ഹലോ ഫ്രണ്ട്സ്, സിമ്പിളായിട്ട് നമുക്കൊരു ഷാർജ ഉണ്ടാക്കിയാലോ? ഞാനിവിടെ 2 കവർ പാലാണ് ഷാർജ അടിക്കാനായി എടുത്തിരിക്കുന്നത്. ആദ്യം 1 കവർ പാലിട്ടാണ് ഞാൻ ഷാർജ അടിക്കുന്നത്. ഷാർജ അടിക്കാനായി നമ്മൾ ഉപയോഗിക്കുന്ന പാല് ഫ്രീസറിൽ വെച്ച് കട്ടയാക്കി എടുത്ത പാലാണ്. ആ പാലിനെ നമുക്കൊന്ന് ഇടിച്ചെടുക്കാം. ഇടിച്ചെടുത്ത ശേഷം മിക്സിയുടെ ജാറിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇടയ്ക്കൊരു സ്പൂൺ ഉപയോഗിച്ച് ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തതിന് ശേഷം അതിലേക്കൊരു പഴം ചേർക്കാം. ഏത് പഴമായാലും കുഴപ്പമില്ല, ഞാനിവിടെ പാളയംകുടം പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ബിസ്ക്കറ്റ് ചേർക്കാം. ഞാനിവിടെ ഡാർക്ക് ഫാൻറ്റസിയുടെ ഒരു ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം. അതിലേക്കിനി കുറച്ച് കപ്പലണ്ടി കടല ചേർത്ത് കൊടുക്കാം. കുറച്ച് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി നമുക്ക് അതിൽ 2-3 കഷ്ണം കാഷ്നട്ടും കൂടി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് 1 കവർ ബൂസ്റ്റ് ചേർക്കാം. ബൂസ്റ്റും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ആളെന്ന ഓപ്ഷനും കൂടി കൊടുക്കുക. ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. നന്നായിട്ടിനി മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഷാർജ ഇപ്പോൾ നല്ല തിക്ക് രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെ ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്ത കവർ പാൽ ഷാർജ അടിക്കുന്നത് എൻ്റെ സഹോദരനാണ്. നേരത്തെ അടിച്ചു വച്ചിരിക്കുന്ന ഷാർജയിൽ പഞ്ചസാര ചേർത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ പഞ്ചസാര ചേർക്കുമ്പോൾ ഒരു 4-5 സ്പൂണ് ചേർക്കാം. നേരത്തെ പോലെ തന്നെ നമുക്ക് ബദാം, കാഷ്നട്ട്, ബൂസ്റ്റ്, പഴം, കപ്പലണ്ടി കടല എല്ലാം കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഈ വേനൽക്കാലത്ത് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഷേക്കാണ്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് പകർത്താം.